ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. അത് എന്തൊക്കെയാണെന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഞാനിവിടെ 2 കോവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇത് നമുക്ക് അടിച്ച് മിക്സ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി കനം കുറച്ചരിയോടെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണം. ഇതിൻ്റെ അറ്റം നമുക്ക് മാറ്റിക്കളയാം. അടുത്തായിട്ട് ഒരു മിക്സിയിൽ കുറച്ച് ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. എൻ്റെ ഒരു ചെറിയ ബൗളാണ്, ഒരു 200 കാണുള്ളൂ. അതിലേക്ക് ഒരു പാത്രം ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ്. എനിക്ക് ഒരു കുറ്റി പുട്ട് മതി, ഞങ്ങൾ 2 പേരേ ഉള്ളതുകൊണ്ടാണ്. അതിനകത്തേക്ക് നമുക്ക് ഈ കോവയ്ക്ക ഇടാം. അതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് പ്ലസ് ചെയ്ത് മിക്സി ഓണാക്കിയിട്ട് നമുക്ക് ബേക്ക് നന്നായിട്ട് ഇതിൻ്റെ കൂടെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് നമുക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ച് ഇത് നനച്ചെടുക്കാം. പുട്ടിൻ്റെ പരുവത്തിന് നനച്ചെടുക്കാം. ഞാനിതിനകത്തേക്ക് സ്വല്പം വെള്ളം തളിച്ച് കൊടുക്കണം. അധികം നമ്മുടെ പുട്ട് ഇവിടെ നനഞ്ഞിട്ടുണ്ട്. ഇത് കോവയ്ക്ക എന്ന് പറഞ്ഞാൽ നമ്മളെ ഷുഗറിനൊക്കെ ഏറ്റവും നല്ല സാധനമാണ്. പച്ചയ്ക്ക് പറിച്ച് തിന്നാൻ അധികം മൂക്കാത്ത കോവയ്ക്ക പച്ചയ്ക്ക് തിന്നാലും നല്ല ഗുണമുള്ളൊരു സാധനം കേട്ടോ കോവയ്ക്ക എന്ന് പറയുന്നത്. ഇത് തിന്നാൻ മടിയുള്ളവർക്ക്, പിള്ളേർക്കും ഒക്കെ ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒത്തിരി ഗുണമുണ്ട്. കോവയ്ക്ക കറി കൂട്ടാൻ മടിയുള്ളവർക്കൊക്കെ. ഇതിനകത്തേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് വാരി ഇതിൻ്റെ അകത്ത് ഇടണം. ഇത് നിങ്ങൾക്ക് ഞാൻ കുടഞ്ഞിട്ട് കാണിക്കാം. നന്നായിട്ട് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു തരി പോലും കോവയ്ക്കയുടെ കഷ്ണങ്ങളൊന്നുമില്ല. നമുക്കിത് ഇതിനകത്തേക്ക് വാരിയിട്ട് ഇടയ്ക്ക് കുറച്ച് തേങ്ങയും കൂടി ഇടുക.
എൻ്റെ ഒരു ബൗളും ഒരു പുട്ടുകുറ്റിയും കറക്റ്റാണ് കേട്ടോ. ഞാനത് മുഴുവൻ അതിൻ്റെ അകത്ത് വാരിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു കുറച്ച് തേങ്ങയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ചു, അടച്ചു. വെള്ളം തിളയ്ക്കാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് അവിടെ കൊണ്ടുപോയി വെക്കാം. നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കളർ വ്യത്യാസമോ ഒന്നുമില്ല കേട്ടോ പുട്ടിന്. പുട്ടും മുട്ടക്കറിയും ഇന്നത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് കഴിച്ചാൽ മതി. ഞാൻ പുട്ട് വെച്ച നേരം കൊണ്ടൊരു മുട്ടക്കറി റെഡിയാക്കി. നിങ്ങൾ ഒത്തിരി നീളത്തിൽ നിങ്ങൾക്ക് കാണിച്ച് നിങ്ങളെ മടുപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചാണ് അത് കാണിക്കാഞ്ഞത്. ഇത് ഒത്തിരി ഗുണവും ഒത്തിരി ഹെൽത്തിയുമായിട്ടുള്ള ഒരു പുട്ടായതുകൊണ്ടാണ് ഇത് നിങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിക്കുന്നു. പിന്നെ കോവയ്ക്ക പോലെയുള്ള പച്ചക്കറികൾ, ക്യാരറ്റോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ, ഗുണം കൂടുതലുള്ള പച്ചക്കറികൾ ഇട്ടിട്ട് ഇത് ഭക്ഷണം കഴിക്കാൻ മടിയുള്ളവർക്ക്, പച്ചക്കറി കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ അവരിത് നന്നായി കഴിക്കും. അതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇനിയും ഇതുപോലെ വേറെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ ഇനി നമുക്കുണ്ടാക്കാം. നമ്മുടെ ഓരോരുത്തരുടെ ഓരോ ഇതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക. ഇനി ഇത് കഴിക്കാൻ ആളെത്തിയിട്ടുണ്ട്. ഇനി കൊടുക്കട്ടെ. ടാറ്റാ ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ദിവസം ഒരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഉണ്ടാക്കട്ടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുഴുവനും വീഡിയോയും കാണണം. ഞാൻ ചെറിയ വീഡിയോയാണ് ഇടുന്നത്. അടുത്ത ദിവസം അടുത്ത വീഡിയോയായി വരാം. ടാറ്റാ ബൈ. ഓക്കെ.